നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. പോക്സോ കേസിൽ പ്രതിക്ക് 40 വർഷം കഠിന തടവ്. തേവലക്കര സ്വദേശി ശശിധരൻ പിള്ളയാണ് കഠിന തടവിനെ ശിക്ഷിച്ചത്. കരുനാഗപ്പള്ളി സ്പെഷ്യൽ അതിവേഗ കോടതിയുടേതാണ് ഉത്തരവ്. സംസ്ഥാനത്ത് മുഹറം അവധിക്ക് മാറ്റം. വ്യാഴാഴ്ചത്തെ അവധി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. വ്യാഴാഴ്ച പ്രവൃത്തി ദിനമാണ്. യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം. കേസിൽ ചിറ്റയം സ്വദേശി അറസ്റ്റിൽ. ബന്ധുവായ യുവാവിനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. വിശദമായ വാർത്തകളിലേക്ക്. പോക്സോ കേസിൽ പ്രതിക്ക് 40 വർഷം കഠിന തടവും 40,000 രൂപ പിഴയും. തേവലക്കര പടിഞ്ഞാറ്റക്കര മുറിയിൽ മനീഷ് ഭവനത്തിൽ 65-കാരനായ ശശിധരൻ പിള്ളയാണ് കോടതി ശിക്ഷിച്ചത്. കരുനാഗപ്പള്ളി സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജ് രാജീവൻ വാചാലിലാണ് ശിക്ഷിച്ചത്. 2025-ൽ 9 വയസ്സു മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ ഇയാൾ വീടിന്റെ അടുക്കളയിലും സിറ്റൌട്ടിലും വെച്ച് പലതവണ പീഡിപ്പിക്കുകയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ചവറ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ജീർണാവസ്ഥയിൽ തകർന്നു വീഴാറായ വീട്ടിൽ വീട്ടമ്മയും 2 പെൺമക്കളും. ഭവന പദ്ധതിയിൽ 4 വർഷം മുൻപ് സർക്കാർ ഫണ്ട് അനുവദിച്ചെങ്കിലും വില്ലേജ് അധികൃതരുടെ ഇടപെടലിൽ ഫണ്ട് ലഭിച്ചില്ലെന്നാണ് ആക്ഷേപം. കുണ്ടറ പെരുമ്പുഴ സ്വദേശിനി റഹീനയും മക്കളുമാണ് ജീർണാവസ്ഥയിലുള്ള വീട്ടിൽ കഴിയുന്നത്. എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇത് ചെയ്യുന്നത്. എനിക്ക് വില്ലേജ് ഓഫീസർ ഒരു ഒപ്പിന്റെ മാത്രം കാര്യം മാത്രമുള്ള ആ പേപ്പറിന് വേണ്ടിയിട്ട് അവര് ഇതിന് നിൽക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യ ഞാനും എന്റെ മക്കളും തെരുവിൽ ഇറങ്ങാനുള്ള അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. പെരുമ്പുഴ ചേരിയിൽ ചരുവിളപ്പുത്തൻ വീട്ടിൽ റാഹിനയും 2 പെൺമക്കളും താമസിക്കുന്ന വീടാണ് തകർന്ന് ജീർണാവസ്ഥയിലുള്ളത്. സർക്കാരിന്റെ ഭവന പദ്ധതിയിൽ 4 വർഷം മുമ്പ് വീടിന് ഫണ്ട് അനുവദിച്ചിരുന്നു. എന്നാൽ വില്ലേജ് അധികൃതർ അനുവാദം നൽകാത്തതിനാൽ ഫണ്ട് ഇതുവരെയും ലഭിച്ചിട്ടില്ല. റാഹിന തന്റെ ആഭരണങ്ങൾ ഉൾപ്പെടെ കടപ്പെടുത്തി 8 വർഷം മുമ്പ് സ്ഥലം മേടിച്ചിരുന്നു. ആ 3.5 സെന്റ് വസ്തുവിന് നടപടി മാത്രമാണുള്ളത്. 7 വർഷം മുമ്പ് മരിച്ച ഭർത്താവിന്റെ കുടുംബത്തിന് വസ്തുവിൽ അവകാശമുണ്ടെന്ന വാദമാണ് വില്ലേജ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. ഭർത്താവിന്റെ അമ്മയിൽ നിന്ന് സമ്മതപത്രം വേണമെന്ന് വില്ലേജ് അധികൃതർ ആവശ്യപ്പെട്ടു. എന്നാൽ സമ്മതപത്രം നൽകിയെങ്കിലും കുടുംബത്തിലുള്ള എല്ലാവരുടെയും സമ്മതപത്രം വേണമെന്നാണ് ഇപ്പോൾ അധികൃതർ ആവശ്യപ്പെടുന്നത്. പിന്നെ ഞാൻ ലൈഫിന്റെ വീടിന് കൊടുത്തിട്ട് 5 വർഷമായി. എനിക്ക് 2 പെൺപിള്ളേരാണ്. ഭർത്താവ് മരണപ്പെട്ടു. 6 കൊല്ലം കഴിഞ്ഞു. 6 കൊല്ലം ആഗസ്റ്റ് ആകുമ്പോ 6-7 കൊല്ലം ആവും. പിന്നെ വീട് ഞാൻ കൊടുത്തിട്ട് എനിക്ക് ഇന്നുവരെയും നീതി കിട്ടിയിട്ടില്ല. ഓൾറെഡി ലിസ്റ്റിനകത്ത് പേരുണ്ട്. പിന്നെ പേര് വന്ന് ഞാൻ എല്ലാം പ്ലാനെല്ലാം വരച്ച് കൊണ്ടുപോയി കൊടുത്തപ്പോൾ വില്ലേജ് ഓഫീസർ ഒരു പേപ്പർ മാത്രമേ ഉള്ളൂ തരാൻ. അവർക്ക് വലിയ പാട് തരാനായിട്ട്. പിന്നെ എല്ലാം കൊടുത്ത് ഞാൻ MLAയും എല്ലാം പോയി കണ്ടിട്ട് വില്ലേജ് ഓഫീസർ തടസ്സം പറയുന്നത് പെങ്ങന്മാർക്ക് കൂടെ അവകാശം കൊടുക്കണമെന്ന് പറയുന്നത്. ഇത് ഞാൻ വില ആധാരം വാങ്ങിച്ചു തന്നു. എന്റെ സ്വർണം വിറ്റ് 3.5 സെന്റ് വസ്തുവുള്ളൂ. എന്റെ സ്വർണം വിറ്റ് ഞാൻ വാങ്ങിച്ച വസ്തു ഇത്. അധികൃതരുടെ അനാസ്ഥയാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. വീടിന്റെ എല്ലാ ഭാഗവും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ജനലിന് കതകുകളുമില്ല. ഫ്ലെക്സ് ബോർഡുകൾ ഉൾപ്പെടെ കൊണ്ട് വീട് മറച്ചിരിക്കുകയാണ്. പലപ്പോഴും പാമ്പിന്റെ ശല്യം ഉൾപ്പെടെ വീട്ടിൽ ഉണ്ടാകാറുണ്ടെന്ന് റാഹിന പറയുന്നു. എന്റെ ഹസ്ബൻഡിന്റെ പേരിലാണ് ഈ വസ്തു വെച്ചേക്കുന്നത്. പക്ഷേ അറച്ചോടൊപ്പില്ല. ഒന്നാമത്തെ കാര്യം. എന്റെ രണ്ടാമത്തെ മോള് വയസ്സ് അറിയിച്ചു കഴിഞ്ഞാൽ എന്റെ ഉമ്മയുടെ വീട്ടിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇവിടെ നിർത്താൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഒന്നാമത്തെ കാര്യം അടുക്കളയൊന്നുമില്ല. ബാത്റൂം ആണെങ്കിൽ മൊത്തം പോയിരിക്കുകയാണ്. എനിക്ക് വേറെ നിവൃത്തിയില്ല. എനിക്ക് എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ ഈ ലൈഫിന്റെ വീട് ഞാൻ കൊടുക്കത്തില്ലായിരുന്നു. എന്തെങ്കിലും വിധി ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഈ വീട് വെച്ച് എന്റെ മക്കളായിട്ട് സേഫ് ആയിട്ട് ഞാൻ കിടന്നേനെ. അടുക്കളയില്ല. ഒന്നാത്തരം ബാത്റൂം മൊത്തം പൊട്ടിപ്പോലും ഞാൻ ഇരിക്കുന്നത്. വീടിന്റെ ജീർണാവസ്ഥ മൂലം ഇളയ മകളെ റാഹിന അമ്മയുടെ വീട്ടിലാണ് നിർത്തിയിരിക്കുന്നത്. ഇവരുടെ വീടിന്റെ ദുരിതാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ റവന്യൂ വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. സംസ്ഥാനത്ത് മുഹറം അവധിയിൽ മാറ്റം. വ്യാഴാഴ്ചത്തെ അവധി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. വ്യാഴാഴ്ച പ്രവൃത്തി ദിനമാണ്. സംസ്ഥാനത്ത് മുഹറത്തിന്റെ അവധിയിൽ മാറ്റം.
പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. അഡീഷണൽ സെക്രട്ടറി അനിൽ ജോണിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത്. വെള്ളിയാഴ്ച മുഹറം ആചരിക്കുന്നതിനാലാണ് അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റിയത്. വ്യാഴാഴ്ച പ്രവൃത്തി ദിനമായിരിക്കുമെന്ന് ഉത്തരവിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്. മുൻവൈരാഗ്യത്തെ തുടർന്ന് വീട്ടിൽ അതിക്രമിച്ച് കയറി യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ അഞ്ചാലുമൂട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറ്റയം ചിറക്കര പുത്തൻ വീട്ടിൽ അർജുനനാണ് അറസ്റ്റിലായത്. ഇയാളുടെ ബന്ധുവും അയൽവാസിയുമായ ചിറ്റയം സ്വദേശി ശ്യാമിനെയാണ് ഇയാൾ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ 22 സംഭവം. കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം സന്ദർശകർക്കായി വീണ്ടും തുറന്നു. മുൻവർഷങ്ങളേക്കാൾ കൂടുതൽ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാണ് വെള്ളച്ചാട്ടം തുറന്നത്. പ്രതിദിനം 800 പേർക്കാണ് പ്രവേശനാനുമതി. കോട്ടവാസലിന് സമീപത്തെ പ്രസിദ്ധമായ കുംഭാവുരുട്ടി വെള്ളച്ചാട്ടമാണ് സന്ദർശകർക്കായി വീണ്ടും തുറന്നു നൽകിയത്. മുൻ വർഷത്തേക്കാൾ കൂടുതൽ കർശനമായ സുരക്ഷ ഏർപ്പെടുത്തിയാണ് ഇത്തവണ വെള്ളച്ചാട്ടത്തിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നത്. അച്ചൻകോവിൽ ഡിവിഷൻ DFO, അച്ചൻകോവിൽ റേഞ്ച് ഓഫീസർ അരുൺകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് വെള്ളച്ചാട്ടം സന്ദർശകർക്കായി തുറന്നു നൽകിയത്. വനസംരക്ഷണ സമിതിയുടെ മേൽനോട്ടത്തിലാണ് ഇവിടുത്തെ ക്രമീകരണങ്ങൾ. വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർ ഓൺലൈൻ വഴി മുൻകൂട്ടി ടിക്കറ്റുകൾ ബുക്ക് ചെയ്താൽ കാത്തുനിൽക്കാതെ നിശ്ചിത സമയക്രമത്തിൽ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ കഴിയും. പ്രതിദിനം 800 പേർക്കാണ് പ്രവേശനാനുമതി. നമ്മൾ കുംഭാവുരുട്ടി എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും സീസൺ തുടങ്ങിയിരിക്കുകയാണ്. ഓൺലൈൻ ടിക്കറ്റിനാണ് മുഖ്യമായിട്ട് പ്രാമുഖ്യം കൊടുക്കുന്നത്. ഫോറസ്റ്റിന്റെ വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യേണ്ടത്. ഒരു ദിവസം പരമാവധി 800 ആൾക്കാരെയാണ് നമ്മൾ വിസിറ്റേഴ്സായിട്ട് പെർമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് എല്ലാ സൗകര്യങ്ങളും വെബ്സൈറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് വളരെ പെട്ടെന്ന് വന്നിട്ട് ഗേറ്റ് ഇവിടെ എൻട്രി ചെയ്ത് പോകാവുന്നതാണ്. അല്ലാത്തവർക്ക് ടിക്കറ്റ് എടുക്കാൻ നമുക്ക് ഒരിക്കലും കൺഫർമേഷൻ പറയാൻ പറ്റില്ല എത്ര പേര് വരുന്നു എന്നതിനെക്കുറിച്ച്. കൂടുതൽ പേര് വരുവാണെങ്കിൽ അവർക്ക് കിട്ടാതെ പോകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് പരമാവധി ആൾക്കാർ ഓൺലൈൻ ടിക്കറ്റ് തന്നെ എടുത്തിട്ട് വരേണ്ടതാണ്. രാവിലെ മുതൽ വൈകിട്ട് 4 മണി വരെയാണ് പ്രവേശനം. മുതിർന്നവർക്ക് 60 രൂപയും കുട്ടികൾക്ക് 30 രൂപയുമാണ് പ്രവേശന ഫീസ്. ആദ്യ ദിനത്തിൽ 800ഓളം സഞ്ചാരികളാണ് എത്തിയത്. തമിഴ്നാട് ചെങ്കോട്ട തെങ്കാശി ഭാഗത്തുള്ള സഞ്ചാരികളാണ് ആദ്യ ദിനം എത്തിയതിൽ കൂടുതൽ പേരും. வரதுக்கு ரொம்ப கஷ்டம். ஒரு 40-45 பிராயம் உள்ள ஆள்லாம் விட வர்றதுக்கு அதுல உள்ளிலிருந்து மேல வர்றதுக்கு ரொம்ப கஷ்டமா இருக்கு. அதனால இதை சரி பண்ணி ஸ்டெப்ஸ் வச்சு இதை சரியா கவர்மெண்ட் நல்லா செய்யணும். டூரிசம் பிளேஸ் ஆமா, டூரிசம் பிளேஸ் ஆக்கி இன்னும் டெவலப் பண்ணணும். அப்ப பைசா வெடிக்குது இல்ல, அப்ப நல்லா இருக்கணும்ல. இதை இப்ப பைசா கொடுத்தானே வர்றோம். அப்ப எல்லாருக்கும் அது ஒண்ணு நியூஸ் இல்ல, நாங்க வந்தோம் ஏற்கனவே தெரிஞ்ச விஷயம் என்ன പൈസ വെടിക്കുമ്പോൾ നല്ല ചെയ്യണം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന ക്യാമ്പ് ആര്യങ്കാവിൽ നടക്കും. 26, 27 തീയതികളിലാണ് ക്യാമ്പ് നടക്കുന്നതെന്ന് ഭാരവാഹികൾ കൊല്ലത്ത് അറിയിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭയുടെ സംസ്ഥാന ക്യാമ്പ് 26, 27 തീയതികളിൽ ആര്യങ്കാവിൽ നടക്കും. 26 രാവിലെ 10 CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സംഘാടക സമിതി ചെയർമാൻ PS സുബാൽ അധ്യക്ഷത വഹിക്കും. കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് KV വസന്തകുമാർ പതാക ഉയർത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മുൻ MLA PS സുബാലും ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ലിനു ജമാലും സുബാലിന്റെ അധ്യക്ഷതയിലാണ് ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുന്നത്. അതിനു മുമ്പായി സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് സഖാവ് KV വസന്തകുമാർ പതാക ഉയർത്തുന്നതോടുകൂടിയാണ് ഈ ക്യാമ്പിന്റെ തുടക്കം. ക്യാമ്പിന്റെ സ്വാഗതം സംഘാടക സമിതിയുടെ സെക്രട്ടറി എന്ന നിലയിൽ സഖാവ് ലിനു ജമാല്, ഉദ്ഘാടനം സഖാവ് ബിനോയ് വിശ്വം, AITUCയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സഖാവ് ബിനോയ് വിശ്വമാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ക്യാമ്പിൽ സംബന്ധിക്കുന്ന സത്യൻ മൊകേരി കിസാൻ സഭയുടെ ദേശീയ സെക്രട്ടറിമാരുടെ ഒരാളാണ്. അതുപോലെ P സന്തോഷ് കുമാർ MP കിസാൻ സഭയുടെ ദേശീയ വൈസ് പ്രസിഡന്റാണ്. അജിത് കൊളാടിയുടെ കർഷകരും ചരിത്രവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ട്. കൂടാതെ ഭൂപരിഷ്കരണവും കാർഷിക മേഖലയും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് മുല്ലക്കര രത്നാകരൻ്റെ ഒരു ക്ലാസും ഉൾപ്പെടെയുള്ള ഒരു പ്രോഗ്രാം ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ വിവിധ വിഷയങ്ങളിൽ
കിസാൻ സഭ ദേശീയ വൈസ് പ്രസിഡന്റ് പി സന്തോഷ് കുമാർ എം പി, മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ, കിസാൻ സഭ ദേശീയ സെക്രട്ടറി സത്യൻ മൊകേരി, അജിത് കൊളാടി, സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.എം. ദിനകരൻ എന്നിവർ ക്ലാസ് എടുക്കും. കിസാൻ സഭ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ലെനു ജമാൽ സ്വാഗതവും CPI പുന്നൂർ മണ്ഡലം സെക്രട്ടറി VP ഉണ്ണികൃഷ്ണൻ നന്ദിയും പറയും. സംസ്ഥാന ജനറൽ സെക്രട്ടറി K.M. ദിനകരൻ, സംസ്ഥാന പ്രസിഡന്റ് KV വസന്തകുമാർ, കൊല്ലം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ലെനു ജമാൽ, ജില്ലാ പ്രസിഡന്റ് KR മോഹൻ എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മൊബൈൽ ഷോപ്പിൽ മോഷണം, 2 ലക്ഷം രൂപയും മൊബൈൽ ഫോണുകളും കവർന്നു. അഞ്ചലിലാണ് സംഭവം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. അഞ്ചലിലാണ് മൊബൈൽ ഷോപ്പ് കുത്തി തുറന്ന 2 ലക്ഷത്തോളം രൂപയും വിലപിടിപ്പുള്ള നിരവധി മൊബൈൽ ഫോണുകളും കവർന്നത്. അഞ്ചൽ മുക്കട ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ ഷോപ്പിലായിരുന്നു മോഷണം. മൊബൈൽ ഷോപ്പ് രാവിലെ തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. ഉടൻ തന്നെ അഞ്ചൽ പോലീസിനെ വിവരം അറിയിച്ചു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കോടതി മുറിക്കുള്ളിൽ കാപ്പ കേസ് പ്രതികളെ ഉൾപ്പെടുത്തി റീൽസ് ചിത്രീകരിച്ച സംഭവത്തിൽ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. കഴിഞ്ഞ 17-ന് കൊല്ലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിക്ക് മുന്നിലായിരുന്നു സംഭവം. forthepeople.com എന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് ജനങ്ങൾ അയക്കുന്ന പരാതികളുടെ പ്രവാഹമാണിപ്പോ. മറ്റുള്ളവർക്ക് വേണ്ടി ചില കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും നല്ല മൊമെന്റ്സ് നമുക്ക് മിസ് ചെയ്യാറില്ല. കഴിഞ്ഞ 17-ന് കൊല്ലം അഡീഷണൽ ജില്ലാ ആൻഡ് സെഷൻസ് കോടതിക്ക് മുന്നിലാണ് കാപ്പ കേസ് പ്രതികളെ ഉൾപ്പെടുത്തി റീൽ ചിത്രീകരിച്ച സംഭവം ഉണ്ടായത്. ഈ സംഭവത്തിലാണ് ഈസ്റ്റ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഈസ്റ്റ് പോലീസിലെ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിലെത്തിയ കിളികൊല്ലൂർ പോലീസിന്റെ കാപ്പ പട്ടികയിലുള്ള കൊള്ളി നിയാസ്, കൊള്ളി നിഷാദ്, ഗോകുൽ എന്നിവരുൾപ്പെടെ 4 പേരാണ് ദൃശ്യങ്ങളിലുള്ളത്. ഇവർ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതും പുറത്തിറങ്ങി നടക്കുന്നതുമായ ദൃശ്യങ്ങൾ ഫോർ ദി പീപ്പിൾ സിനിമയിലെ ഡയലോഗുകൾ ഉൾപ്പെടുത്തിയാണ് ചിത്രീകരിച്ചത്. ദൃശ്യങ്ങൾ 18-ന് വേളമാനൂർ സ്വദേശി അക്ഷയുടെ അക്ഷയ് പാരിപ്പള്ളി എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴിയാണ് പ്രചരിപ്പിച്ചത്. അങ്ങനെ വിചാരിച്ചാ മതി. അരവിന്ദന് അച്ഛനെ പോലെ രാഷ്ട്രീയമൊക്കെ ഉണ്ടോ? ഇല്ല സർ, രാഷ്ട്രബോധമുണ്ട്. പിന്നെ അച്ഛനും ഒരു രാഷ്ട്രീയക്കാരനെന്നുള്ളത്. ഫോർ ദ പീപ്പിൾ ഒറ്റ എണ്ണത്തിന് വെച്ചേക്കരുത്. പൊതുജനമധ്യത്തിൽ ഭീതിയും പരിഭ്രാന്തിയും പരത്തുക, സർക്കാർ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുക, പൊതുജനങ്ങൾക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുക തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ ക്യാമ്പ് ഓഫീസ് തുറന്നു. ചിന്നക്കട ആശ്രാമം റോഡിലാണ് ഓഫീസ് തുറന്നത്. NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ ക്യാമ്പ് ഓഫീസാണ് ചിന്നക്കട ആശ്രാമം റോഡിൽ ശാന്തിനഗറിൽ മന്ത്രിയുടെ വീടിന് സമീപം പ്രവർത്തനം ആരംഭിച്ചത്. NK പ്രേമചന്ദ്രൻ MP ക്യാമ്പ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഓഫീസ് ആരംഭിച്ചതോടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം കണ്ടെത്താൻ സഹായകരം ആകുമെന്ന് MP പറഞ്ഞു. സത്യത്തിൽ ഒരു MLA-യുടെ ഓഫീസ്, MP-യുടെ ഓഫീസ്, ഞാൻ MLA ആയിട്ടുണ്ട്, മന്ത്രി ആയിട്ടുണ്ട്, MP ആയിട്ടുണ്ട്. പക്ഷേ ഒരു ഓഫീസിന്റെ ഉദ്ഘാടനം ഒരു ജനകീയ ഉത്സവമായി മാറുന്ന അനുഭവം സത്യത്തിൽ ഇത് ആദ്യമായിട്ടാണ്. അപ്പൊ ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ, നിയോജകമണ്ഡലത്തിൽ മാത്രമല്ല പരിസര പ്രദേശത്തുള്ളവർ ഉൾപ്പെടെ, പന്മന ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ സന്തോഷ് തുപ്പാശ്ശേരി ഉൾപ്പെടെയുള്ളവർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അതുപോലെ പ്രമുഖരായ ഒട്ടനവധി പേർ. അപ്പൊ നാടിന്റെ ഒരു ജനകീയ ഉത്സവമായി മാറി. ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ഒരാശ്വാസ കേന്ദ്രമായി ഈ ഓഫീസ് മാറണമെന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും നിർദ്ദേശിക്കാനുള്ളത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ശ്രീമതി ബിന്ദു കൃഷ്ണ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന സംസ്ഥാന മന്ത്രി കൂടിയാണ്. ലേബർ വകുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മേജർ ഗവൺമെന്റിന്റെ പോർട്ട്ഫോളിയോയിലൊന്നാണ് തൊഴിൽ വകുപ്പ്. അതുപോലെ തന്നെ വനിതാ ശിശുക്ഷേമ വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി ഡിപ്പാർട്ട്മെന്റുകളുള്ള ഒരു വകുപ്പാണ് സത്യത്തിൽ വനിതാ ശിശുക്ഷേമ വകുപ്പ്. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ഒട്ടനവധി വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷീരവികസനവും അനിമൽ ഹസ്ബൻഡറിയും, ആ അനിമൽ ഹസ്ബൻഡറിയും ക്ഷീരവികസനവും കഴിഞ്ഞ പ്രാവശ്യം ഒരു മന്ത്രി മാത്രമായി ചുമതലയേറ്റ് നിർവഹിച്ചിരുന്നതാണ്. അപ്പൊ അനിമൽ ഹസ്ബൻഡറി, ഡയറി ഡെവലപ്മെന്റ്, അതുപോലെ വനിതാ ശിശുക്ഷേമ വികസനം, ലേബർ വകുപ്പ്,
അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള വകുപ്പുകൾ, അങ്ങനെ നിരവധി സംവിധാനങ്ങൾ, ഒരുപാട് ജനങ്ങൾക്ക് ആശ്വാസവും ക്ഷേമവും ഉറപ്പുവരുത്താൻ കഴിയുന്ന ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഉൾപ്പെടെയുള്ള നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നൊരു മന്ത്രി കൂടിയാണ് അഡ്വക്കേറ്റ് ശ്രീമതി ബിന്ദു കൃഷ്ണ. അപ്പൊ തീർച്ചയായും ഈ ഓഫീസ് ഇവിടെ ഇപ്പോൾ ഔപചാരികമായി പ്രവർത്തനം ആരംഭിക്കുന്ന ഈ ഓഫീസ് ഡെപ്യൂട്ടി മേയർ കരിമാലിൽ ഡോക്ടർ ഉദയ സുകുമാരൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യൂനുസ്, RSP ജില്ലാ സെക്രട്ടറി KS വേണുഗോപാൽ, KPCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് P ജെർമിയാസ്, സൂരജ് രവി, L ശ്രീദേവി, അഡ്വക്കേറ്റ് തേവള്ളി R സുനിൽ, ബിന്ദു ജയൻ, ഈച്ചം വീട്ടിൽ നയാസ് മുഹമ്മദ്, കിളികൊല്ലൂർ ശിവപ്രസാദ, ഫെബ സുദർശനൻ, വിഷ്ണു സുനിൽ പന്തളം, D ഗീതാകൃഷ്ണൻ, പ്രാക്കുളം സുരേഷ്, പാലത്തറ രാജീവ, S വിപിനചന്ദ്രൻ, N ഉണ്ണികൃഷ്ണൻ, സന്തോഷ് തുപ്പാശ്ശേരിൽ, B ത്രിദീപ് കുമാർ, രമണൻ, പ്രസാദ് നാണപ്പൻ, S കൃഷ്ണകുമാർ, സേതുനാഥൻ പിള്ള, സിസിലി സ്റ്റീഫൻ തുടങ്ങിയവർ പങ്കെടുത്തു. മന്ത്രിയുടെ ക്യാമ്പ് ഓഫീസ് എല്ലാ ദിവസവും പ്രവർത്തിക്കും. ശനി ഞായർ ദിവസങ്ങളിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും ക്യാമ്പ് ഓഫീസിൽ ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൂരകൾക്ക് മുകളിൽ ഭീതിയായി വൻമരങ്ങൾ. തെന്മല വെള്ളിമല തണ്ണിവളവ് നിവാസികളാണ് മഴ കനക്കുമ്പോൾ ആശങ്കയോടെ കഴിയുന്നത്. റോഡ് പുറമ്പോക്കിൽ ചെറിയ സെറ്റിൽമെന്റിലെ 15ഓളം കുടുംബങ്ങളാണ് ഭീതിയിൽ കഴിയുന്നത്. മഴ ശക്തമാകുമ്പോൾ തെന്മല വെള്ളിമല തണ്ണിവളവ് റോഡ് പുറമ്പോക്കിലെ 15ഓളം കുടുംബങ്ങളുടെ നെഞ്ചിൽ ആദിയാണ്. ഉറക്കമില്ലാത്ത രാത്രികളാണ് പലപ്പോഴും ഇവർക്ക് ലഭിക്കുന്നത്. തങ്ങളുടെ കൂരയ്ക്ക് മുകളിലേക്ക് പതിക്കാവുന്ന വൻമരങ്ങളെ നോക്കി ഇവർ വേവലാതിപ്പെടുകയാണ്. റോഡ് പുറമ്പോക്കിലെ ചെറിയ സെറ്റിൽമെന്റിൽ 15ഓളം കുടുംബങ്ങൾ ഭീതിയിലായിട്ട് പതിറ്റാണ്ടുകളായി. തേക്ക്, ആഞ്ഞിലി, പ്ലാവ് തുടങ്ങിയ വൻമരങ്ങളാണ് ഇവർക്ക് ഭീഷണിയാകുന്നത്. ഇവയിൽ പലതിന്റെയും വേരുകൾക്ക് ബലക്ഷയം സംഭവിച്ചതാണ്. കാറ്റിലൊന്ന് ആടിയുലഞ്ഞാൽ ഏതു നിമിഷവും നിലംപൊത്താവുന്ന മരങ്ങൾ വീഴുന്നത് കൂരകളുടെ മുകളിലേക്കാകും. നേരത്തെ 50ഓളം കുടുംബങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പലരും ഇവിടെ നിന്ന് താമസം മാറിപ്പോയി. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടെ വീടിനായി പലവട്ടം അപേക്ഷിച്ചിട്ടും ലഭിക്കാത്തതിനെ തുടർന്ന് മറ്റ് മാർഗങ്ങളൊന്നുമില്ലാതെ 15ഓളം കുടുംബങ്ങൾ ഇപ്പോഴും ഇവിടെ കഴിയുകയാണ്. നേരത്തെ ശക്തമായ കാറ്റിൽ മരങ്ങളും ശിഖരങ്ങളും വീണ് ഇവിടുത്തെ പല വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അന്നെല്ലാം തലനാരിഴയ്ക്കാണ് പലരും രക്ഷപ്പെട്ടത്. അപകട ഭീഷണിയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട അധികൃതർക്ക് പരാതി നൽകാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അടച്ചുറപ്പില്ലാത്ത കൂരകൾക്ക് മുകളിൽ ഭീതി വിടർത്തി നിൽക്കുന്ന വൻമരങ്ങൾ വെട്ടിമാറ്റാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ മറ്റൊരു ദുരന്തത്തിനാകും തെന്മല സാക്ഷ്യം വഹിക്കുക. ന്യൂസ് ബ്യൂറോ, തെന്മല. പ്രധാന വാർത്തകൾ വീണ്ടും. പോക്സോ കേസിൽ പ്രതിക്ക് 40 വർഷം കഠിന തടവ്. തേവലക്കര സ്വദേശി ശശിധരൻ പിള്ളയാണ് കഠിന തടവിനെ ശിക്ഷിച്ചത്. കരുനാഗപ്പള്ളി സ്പെഷ്യൽ അതിവേഗ കോടതിയുടേതാണ് ഉത്തരവ്. സംസ്ഥാനത്ത് മുഹറം അവധിക്ക് മാറ്റം. വ്യാഴാഴ്ചത്തെ അവധി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. വ്യാഴാഴ്ച പ്രവൃത്തി ദിനമാണ്. യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം. കേസിൽ ചിറ്റയം സ്വദേശി അറസ്റ്റിൽ. ബന്ധുവായ യുവാവിനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.